അടുത്തൊരു സെഗ്മെന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് സോഷ്യൽ സൈക്കോളജി എങ്ങനെയാണ് ഈ ഒരു ഫീൽഡ് ഉണ്ടായി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. മൂന്ന് ഘട്ടത്തിലൂടെയാണ് സോഷ്യൽ സൈക്കോളജി ഉണ്ടായി വരുന്നത്. ഒന്ന്, എല്ലാ സൈക്കോളജി വന്നതുപോലെ തന്നെ ഏർലി ഇയേഴ്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി ഉണ്ട്, പിന്നെ ഫോർമേഷണൽ ഇയേഴ്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി ഉണ്ട്, പിന്നെ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സോഷ്യൽ സൈക്കോളജി ഇൻ 21st സെഞ്ചുറി. ഇതാണ് മൂന്ന് പീരീഡ്. ഓക്കെ, അപ്പം ഇനിയിപ്പോ ഏർലി ഇയേഴ്സിന്റെ കാര്യം പറയാം. ആദ്യം സോഷ്യൽ സൈക്കോളജി വരുന്നത് ഹെഗൽ എന്ന് പറയുന്ന ഒരു ഫിലോസഫറാണ്, ഒരു ജർമ്മൻ ഫിലോസഫറാണ് ആദ്യമായിട്ട് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു തോട്ട് കൊണ്ടുവരുന്നത്. ഹെഗൽ എന്ന് പറയും. അതിനുശേഷം വോൾക്കർ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ജേർണൽ പബ്ലിഷ് ചെയ്തു. അതില് സ്റ്റെയിൻഡൽ, ലസാറസ് ഇങ്ങനെ രണ്ടാളുകൾ 1860 അവർ വരുന്നത്. ഇതൊന്നും ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ, നമുക്ക് ജസ്റ്റ് മനസ്സിലാൻ വേണ്ടി ഇങ്ങനെ ഓർത്തു വെക്കാൻ, അതിന്റെ ഒരു വരവ് എങ്ങനെയാണ് ഇത് ഡെവലപ്ഡ് ആയി എന്നുള്ള സംഭവം പറയാണ്. അപ്പം ഫസ്റ്റത്തെ കാര്യം ഫിലോസഫർ ഹെഗലാണ് സോഷ്യൽ സൈക്കോളജി എന്നുള്ളൊരു തോട്ട് കൊണ്ടുവരുന്നത്. അതിനുശേഷം പിന്നെ ഫിലോസഫിയിലാണ് ഈ ഒരു സംഭവം വരുന്നത്. അതായത് കളക്റ്റീവ് മൈൻഡ് എന്നുള്ള സംഭവമാണ് ഫസ്റ്റ് വരുന്നത്. ഒരു 10 ആൾ കൂടുമ്പോ 10 ആൾക്കും ഒരേ മൈൻഡ് ഉണ്ടാവുക, അല്ലെങ്കിൽ 15 ആൾ കൂടുമ്പോ അതിലെ ഒരു 13 ആളുകൾക്കെങ്കിലും ഒരു മൈൻഡ് ഉണ്ടാവും, ഒരേ മൈൻഡ് ഉണ്ടാവുക. അതിനാണ് കളക്റ്റീവ് മൈൻഡ് എന്ന് പറയുന്നത്. ഈ കൺസെപ്റ്റ് ആണ് ഫസ്റ്റ് വരുന്നത്. അതായത് കളക്റ്റീവ് മൈൻഡ് എങ്ങനെയാണ് ആളുകൾ മനസ്സിലാക്കുന്നത്, ഒരു കളക്റ്റീവ് മൈൻഡിനെ എങ്ങനെയാണ് ആളുകൾ എടുക്കുന്നത്, ഈ ഒരു കൺസെപ്റ്റ് ആണ് ഫസ്റ്റ് വരുന്നത്. പിന്നെ അതിനുശേഷം വില്യം മെക്ഡൊഗാൾ എന്ന് പറയുന്ന ഒരാളും ഒരു സൈക്കോളജിസ്റ്റും പിന്നെ റോസ് എന്ന് പറയുന്ന ഒരു സോഷ്യോളജിസ്റ്റും കൂടി ചേർന്നിട്ട് രണ്ടാളും കൂടി ചേർന്ന് ഒരു ടെക്സ്റ്റ് ബുക്ക് ഇറക്കി. അമേരിക്കയിലാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് മോഡേൺ സോഷ്യൽ സൈക്കോളജി കുറച്ചും കൂടെ ടോപ്പിക്കുകൾ കൂടുതൽ വരുന്നത്. നമ്മുടെ പ്രൈമറി ഇമോഷൻ, നമ്മളെ സെന്റിമെന്റ്, നമ്മുടെ റിലീജിയസ് നമ്മളെ കൺസെപ്റ്റുകൾ, പിന്നെ നമ്മുടെ ക്യാരക്ടർ, ഈ സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് സോഷ്യൽ സൈക്കോളജിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പിന്നെ വന്നിട്ടുള്ളത്. അങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് അറിയുണ്ടാവും, 2ാം ലോക മഹായുദ്ധം നടക്കുന്നതിന് ശേഷം, അതായത് ഏകദേശം 19ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ലോകത്തിൽ ഏറ്റവും വലിയ മാറ്റം വരുന്നത്. കൊഗ്നിറ്റീവ്, ഇപ്പൊ നമ്മളെ സൈക്കോളജിസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൈക്കോളജിക്കാർക്ക് അറിയുന്നത് പോലെ കൊഗ്നിറ്റീവ് റെവല്യൂഷൻ എന്ന് പറയുന്ന സംഭവം നടക്കുന്നത് അപ്പോഴാണ്. അതായത് 19ാം നൂറ്റാണ്ടിന്റെ അവസാനം 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ. അങ്ങനെ കൊഗ്നിറ്റീവ് റെവല്യൂഷൻ വന്നപ്പം സ്വാഭാവികമായിട്ടും എന്തുണ്ടായി, ഇത് നിങ്ങൾക്ക് നോട്ട് ചെയ്യട്ടോ, 1879 ആദ്യമായിട്ട് യൂറോപ്പിലെ ലൈപ്സിഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് സൈക്കോളജിക്കൽ ലബോറട്ടറി വരുന്നത്. വില്യം വൂണ്ടാണ് സൈക്കോളജിക്കൽ ലബോറട്ടറി ഉണ്ടാക്കുന്നത്. അതായത് സൈക്കോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്ട്, സോഷ്യൽ സൈക്കോളജി അല്ല, സൈക്കോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് സയന്റിഫിക്കലി കുറച്ചും കൂടി ഉയർന്നു വരണം. അതുകൊണ്ട് അതിനൊരു ലബോറട്ടറി വേണം എന്നുള്ളതുകൊണ്ട് ജർമ്മനിയിൽ 1879 സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വില്യം വൂണ്ട് സൈക്കോളജിക്കൽ ലബോറട്ടറി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് പിന്നെ വാട്സണ്, ഫ്ലോയിഡ്, ആൽപോട്ട്, ഇങ്ങനെ ഒരുപാട് ആളുകൾ വരുന്നത്. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ടിട്ട് ആദ്യമായിട്ട് ഫസ്റ്റ് ബുക്ക് എക്സ്പെരിമെന്റൽ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു പുസ്തകം ലൂയിസ് മർഫിയും ഗാർഡ്നർ മർഫിയും കൂടെ റിലീസ് ചെയ്തു. അപ്പൊ ഇതാണ് ഏർലി ഇയേഴ്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷമാണ് രണ്ടാമത്തെ ഒരു ഇയർ എന്ന് പറയുന്നത് ഫോർമേഷണൽ ഇയേഴ്സ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് വന്നു. അപ്പം പിന്നെ അത് ഫോം ചെയ്ത് വരുന്ന ഒരു സമയമാണ് 1940-ന്റെയും 1950-ന്റെയും ഇടയിലാണ് ഈ ഒരു സംഭവം ഡെവലപ്പ് വരുന്നത്. കുർട്ട് ലെവിനും അതുപോലെ ലിയോൺ ഫെസ്റ്റിംഗർ എന്ന് പറയുന്ന 2 ആളുകളാണ് സോഷ്യൽ സൈക്കോളജി സയന്റിഫിക്കലി പഠിക്കണം എന്ന് പറഞ്ഞു വരുന്നത്. സോ അതുകൊണ്ട് തന്നെ കേർട്ട് ലെവിൻ, നിങ്ങൾക്കറിയാം, KURT ലെവിൻ, കേർട്ട് ലെവിനെയാണ് ഫാദർ ഓഫ് സോഷ്യൽ സൈക്കോളജി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് കേർട്ട് ലെവിന്, ലിയോൺ ഫെസ്റ്റിംഗർ, പിന്നെ ഗോർഡൻ ആൾപോട്ട്. ഇതൊക്കെ നമ്മൾ സോഷ്യൽ സൈക്കോളജിയിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ കേർട്ട് ലെവിന് വന്നു. പിന്നെ അതിനുശേഷം ഫെസ്റ്റിംഗർ 1954 റിസർച്ച് മെത്തേഡ്സ് ഇൻ ബിഹേവിയറൽ സയൻസസ് എന്ന് പറഞ്ഞൊരു പുസ്തകം കൊണ്ടുവന്നു. അതാണ് കുറച്ചും കൂടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കോളജിയിലും ഒരു റിസർച്ച് മെത്തേഡുകൾ വരണം, അല്ലെങ്കിൽ എല്ലാതും ഒരു സയന്റിഫിക് നേച്ചർ ആയിരിക്കണം എന്നുള്ള ഇമ്പോർട്ടൻസ് കൊണ്ടുവരുന്നത് ആ ഒരു പുസ്തകമാണ്. പിന്നെ അതിനുശേഷം ഇത് നോട്ട് ചെയ്യണേ, വളരെ പ്രധാനപ്പെട്ട 2 തിയറികൾ
സോഷ്യൽ സൈക്കോളജിയിൽ ഫോം ചെയ്തു. അത് ഏത് സമയത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകമഹായുദ്ധം 2 നടക്കുന്ന സമയത്താണ്. ഇല്ല, പ്രസന്റേഷൻ മാറിയിട്ടില്ല, ഞാൻ അതന്നെയാണ്. വേൾഡ് വാർ 2 നടക്കുന്ന സമയത്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടില്ല സോഷ്യൽ സൈക്കോളജിയിലെ 2 തിയറികൾ വരുന്നത്. ഒന്ന്, മുസഫിർ ഷെരീഫും സോളമൻ ആഷും കണ്ടെത്തിയ ഒരു റിസർച്ചിൽ വന്നതാണ് കൺഫോമിറ്റി. അത് നോട്ട് ചെയ്യണേ. മുസഫിർ ഷെരീഫും സോളമൻ ആഷും നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാൻ പറ്റുന്നുണ്ടാവും. കൺഫോമിറ്റി സോളമൻ ആഷും മുസഫിർ ഷെരീഫും ആണ് സ്റ്റഡി നടത്തിയത്. അതിനുശേഷം വന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട തിയറിയാണ് ഒബീഡിയൻസ്. എങ്ങനെയാണ്, കാരണം ഇതിന്റെ ഒരു പിക്ചർ ഞാൻ പറഞ്ഞുതരാം. ഒബീഡിയൻസ് കൊണ്ടുവരുന്നത് മിൽഗ്രാം, സ്റ്റാൻലി മിൽഗ്രാമും ഫിലിപ്പ് സിംബാർഡോയാണ്. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് ആണ് ഗ്രൂപ്പ് ബിഹേവിയർ. അത് ഫിലിപ്പ് സിംബാർഡോ മാത്രമാണ് ആ ഒരു സംഭവം കൊണ്ടുവരുന്നത്. ഒരു ചിത്രം പറഞ്ഞ പേരുകൾ നോട്ട് ചെയ്ത് വെച്ചോളി, ആവശ്യം വരും. കാരണം ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ സോഷ്യൽ സൈക്കോളജി ഫോം നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാലോ. സോളമൻ ആഷ്, കൺഫോമിറ്റി, പിന്നെ സ്റ്റാൻലി മിൽഗ്രാം. ഇതൊക്കെ നിങ്ങളെ മെറ്റീരിയലിൽ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇഗ്നോന്റെ മെറ്റീരിയൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണേ. ഓക്കെ, സ്റ്റാൻലി മിൽഗ്രാം, പിന്നെ ഫിലിപ്പ് സിംബാർഡോ. അല്ലല്ല, സോളമൻ ആഷ് കൺഫോമിറ്റി, സ്റ്റാൻലി മിൽഗ്രാം ഒബീഡിയൻസ്, ഫിലിപ്പ് സിംബാർഡോ ഗ്രൂപ്പ് ബിഹേവിയർ. ഇനി അതിലൊരു ചിത്രം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ലോകമഹായുദ്ധം നടക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു രാജ്യത്തിലെ പട്ടാളക്കാരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് യുദ്ധം നടത്തുക. അപ്പം 10 ആള് ചേരുന്നതിൽ 11ാമത്തെ ആൾ ചേരാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടോ? അതാണ് കൺഫോമിറ്റി. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ കൺഫോമിറ്റി. ആ കൺഫോമിറ്റി എങ്ങനെയാണ് 2ാം ലോക മഹായുദ്ധത്തിനെ സ്വാധീനിച്ചത്? രണ്ടാമത്തെ ഇത് പറഞ്ഞ നമ്മൾ ഒബീഡിയൻസ്. ഒരു നേതാവ്, ഒരു ജനറൽ അല്ലെങ്കിൽ ഒരു കേണൽ, ഒരു ക്യാപ്റ്റൻ, ഒരു മേജർ ഓർഡർ കൊടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള പട്ടാളക്കാർ അനുസരിക്കുന്നുണ്ടോ ഇല്ലേ, അതിനെ കുറിച്ച് പഠിച്ചു വന്നിട്ടുള്ളതാണ് ഒബീഡിയൻസ്. ഇതിന്റെയൊക്കെ എന്താ പറയാ, എക്സ്പെരിമെന്റുകൾ വേറെ കേട്ടോ. നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചതിന്റെ എക്സ്പെരിമെന്റ് കാണാൻ പറ്റും. കൺഫോമിറ്റിന്റെ സോളമൻ ആഷൻ എക്സ്പെരിമെന്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. പിന്നെ ഒബീഡിയൻസിന്റെ മിൽഗ്രാം എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ സിംബാർഡോയുടെ ഗ്രൂപ്പ് ബിഹേവിയർ എക്സ്പെരിമെന്റ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇതാണ് വേൾഡ് വാർ 2ന്റെ ഇമ്പാക്ട് ഉണ്ടായിട്ടുള്ളത്. ഇതിന് ശേഷം ഇപ്പൊ ഏകദേശം സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഫോമായി. ഇതിന് ശേഷം ഇത് എക്സ്പാൻഡ് ആവുകയാണ് ചെയ്യുന്നത്. അതാണ് സോഷ്യൽ സൈക്കോളജിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ 19ാം നൂറ്റാണ്ടിന്റെ അവസാനം അല്ലെങ്കിൽ 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ഇത് ഫോം ആവുന്നത്. സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഫോം ആവുന്നത്. അങ്ങനെ 20ാം നൂറ്റാണ്ടിന്റെ അവസാനം ആയപ്പോഴേക്കും എന്തായി, സോഷ്യൽ സൈക്കോളജി എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് എക്സ്പാൻഡ് ആവാൻ തുടങ്ങി. അതായത് എക്സ്പാൻഡ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ടോപ്പിക്കുകളിലേക്ക് സോഷ്യൽ സൈക്കോളജി ഇങ്ങനെ പോകാൻ തുടങ്ങി. അതിൽ പെട്ടതാണ് ഹ്യൂമൻ അഗ്രഷൻ പഠിക്കാൻ തുടങ്ങി. അതായത് മനുഷ്യന്മാരുടെ അഗ്രഷൻ, മനുഷ്യന്മാരുടെ ദേഷ്യം എത്രത്തോളം ഒരു സൊസൈറ്റിയെ ബാധിക്കും. ഇപ്പൊ വീട്ടില് ഉണ്ടാകുന്ന ഫാമിലി തർക്കങ്ങളില് ഇപ്പം ഭർത്താവിന്റെ ദേഷ്യം അല്ലെങ്കിൽ മക്കളുടെ ദേഷ്യം, ഇപ്പൊ നീ ഓഫീസിലാണെങ്കിൽ മാനേജറിന്റെ ദേഷ്യം, ഒരു കോവർക്കർ തമ്മിലുള്ള ദേഷ്യം, അങ്ങനെ ഹ്യൂമൻ അഗ്രഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിക്കാൻ തുടങ്ങി. അതിനുശേഷം ഡിസിഷൻ മേക്കിംഗ് ഒരു ഗ്രൂപ്പിൽ അതിന്റെ റേഞ്ചിന്റെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് സ്ലൈഡ് ഇങ്ങനെ പോണത്. പിന്നെ അപ്പൊ ഒരു ഗ്രൂപ്പിൽ എങ്ങനെ ഡിസിഷൻ മേക്കിംഗ്, ആര് ഡിസിഷൻ മേക്ക് ചെയ്യണം, ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിനെ കുറിച്ചിട്ട് പഠിക്കാൻ തുടങ്ങി. പിന്നെ അതിനുശേഷം സ്റ്റീരിയോ ടൈപ്പുകൾ. ഇപ്പൊ നമ്മളെ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുമ്പോൾ ആണുങ്ങൾ കരയാൻ പാടില്ല എന്നുള്ള സംഭവം, പിന്നെന്താ പറയാ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ. നിങ്ങൾക്ക് വരുന്ന എക്സാമ്പിൾസും പറയാട്ടോ. നിങ്ങളെ ഇതും ഷെയർ ചെയ്യണേ. പിന്നെ അതുപോലെ ഡിസ്ക്രിമിനേഷൻ, ഈ സംഭവങ്ങളൊക്കെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റി, സോഷ്യൽ സൈക്കോളജി പഠിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് ഇപ്പം പണ്ടത്തെ തൊട്ടുതീണ്ടായ്മ അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ, ഇപ്പൊ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് സവർണര് ബെഞ്ചിലും ദളിതന്മാര് താഴ്ത്തിരിക്കണം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷം എന്താണ്, അല്ലെങ്കിൽ അത്തരം അത് എങ്ങനെയാണ് ഒരു സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്നത്, അത് പിന്നീട് എങ്ങനെയാണ് ഒരു സൊസൈറ്റിയെ രൂപപ്പെടുത്തുന്നത്, ഇതൊക്കെയാണ് നമ്മളിതിൽ മെയിനായിട്ട് പഠിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇപ്പൊ പുതിയ കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ
20-ാം നൂറ്റാണ്ട് കഴിയുന്നതോടുകൂടി ഏകദേശം എന്ത് ചെയ്തു? 20-ാം നൂറ്റാണ്ട് കഴിയുന്നതോടുകൂടി ഏകദേശം കൊഗ്നിറ്റീവ് സയൻസിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. കാരണം കൊഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഭയങ്കരമായിട്ട് വന്നു. നമ്മള് 2ാം ലോക മഹായുദ്ധത്തിന്റെ ചരിത്രം അറിയുന്നവർക്കറിയാം. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് നമ്മുടെ ചിപ്പുകൾ വരുന്നത്. അതായത് കമ്പ്യൂട്ടർ, പിന്നെ അതുപോലെ പ്രിന്റർ, ഇങ്ങനെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വരുന്നത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം. അപ്പൊ ഈ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം മനുഷ്യന്റെ ബുദ്ധിയെ കുറിച്ച് പിന്നെ പഠിക്കാൻ തുടങ്ങി. ടെക്നോളജി കമ്പ്യൂട്ടർ പോലെയല്ല, നമ്മുടെ മെമ്മറി എന്നാണ് ആദ്യം പഠിച്ചിരുന്നത്. അപ്പോൾ 20-ാം നൂറ്റാണ്ടിന്റെ അവസാനമൊക്കെ ആയപ്പോഴേക്കും ഏകദേശം കൂടുതലും കോഗ്നിറ്റീവില് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, പിന്നെ ഈ ഫീൽഡ് ഇങ്ങനെ വളർന്നു. ആറ്റിറ്റ്യൂഡുകളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. നമ്മൾ പറഞ്ഞല്ലോ, ഒരാളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഒരു സൊസൈറ്റി ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഒരാളുടെ സ്വഭാവത്തെ ബാധിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ പേഴ്സുവേഷൻ എന്ന് പറയും. ഈ അഡ്വർടൈസിങ് കമ്പനികൾ ഏറ്റവും ഉപയോഗിക്കുന്ന സാധനമാണ് പേഴ്സുവേഷൻ എന്ന് പറയും. ഇപ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ബൂസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫസ്റ്റ് മനസ്സിലേക്ക് ഓർമ്മ വരിക? എനർജി. പിന്നെ അതിന്റെ റെഡ് കളർ വേറെന്തെങ്കിലും? അതെ. ഇപ്പോ അതാണ് പേഴ്സുവേഷൻ എന്ന് പറയാം. അതായത് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാം. ഇപ്പോ വിരാട് കോഹ്ലി ഒരു ഫെയർനെസ് ക്രീം പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഭൂരിഭാഗം ആളുകളും അതിനെ സപ്പോർട്ട് ചെയ്യും. കാരണം എന്താ? നമ്മുടെയൊക്കെ മനസ്സിൽ വിരാട് കോഹ്ലി അത്യാവശ്യം നല്ല സ്റ്റൈലിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാറാണ്. അത്യാവശ്യം നല്ല ഭയങ്കര ഫെയർ ആയിട്ടുള്ള ഒരാളാണ് വിരാട് കോഹ്ലി. ഞാൻ റേസിസം പറയില്ല, പക്ഷെ അത്യാവശ്യം നല്ല ലുക്കുള്ള, നല്ല ചൊറുക്കുള്ള ഒരു മനുഷ്യനാണ് വിരാട് കോഹ്ലി. അപ്പൊ സ്വാഭാവികമായിട്ടും വിരാട് കോഹ്ലി വന്നിട്ട് ഈ ഫെയർനെസ് ക്രീം തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെളുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവും. അതിനെയാണ് പേഴ്സുവേഷൻ എന്ന് പറയാം. അപ്പൊ ഇത്തരം അഡ്വർടൈസിങ് കമ്പനികളിലേക്ക് പിന്നീട് സോഷ്യൽ സൈക്കോളജി വളരാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ പറഞ്ഞ ലോബി, അല്ലെങ്കിൽ അഡ്വർടൈസിങ് സൈക്കോളജി, ബ്രാൻഡിങ് സൈക്കോളജി, ഡിസൈനിങ് സൈക്കോളജി, ഇതൊക്കെ എന്തിന് പെട്ടതാണ്? സോഷ്യൽ സൈക്കോളജിയിൽ പെട്ടതാണ്. അപ്പം അങ്ങനെ പിന്നെ പറയില്ലേ, അപ്പം കൊഗ്നിറ്റീവ് രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ, അല്ലെങ്കിൽ നമ്മളെ മൈൻഡിനെ, നമ്മുടെ തലച്ചോറിനെ പോലും സ്വാധീനിക്കുന്ന രീതിയിൽ. ഇപ്പൊ ഞാനൊരു ഒരു ചോദ്യം ചോദിക്കാം. ഇതില് കല്യാണം കഴിച്ച ആളുകളുണ്ടോ? ഓക്കെ. കുട്ടികളുണ്ടെങ്കിൽ, ഇനിയിപ്പോ കുട്ടികൾ വേണമെന്നില്ല, ജസ്റ്റ് വെറുതെ നിങ്ങളെ മറ്റേ അനിയത്തിമാരെ കുട്ടികളാണ്, ചെറിയ കുട്ടികളെ അങ്ങനെ മനസ്സിലാലോചിച്ചാൽ മതി. ഒരു ആൺകുട്ടിനെയും ഒരു പെൺകുട്ടിനെയും നമ്മളൊരു ഷോപ്പിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിങ്ക് കളറിലോടുത്ത് ആരാ പോവാ? ബോയ്സ് എടുക്ക പോവാ? അല്ലെ, ബോയ്സ് അധികം നീല, കറുപ്പ്, വെള്ള ഈ ഭാഗത്തേക്കല്ലേ പോവാ? അല്ലെ? ഇപ്പൊ ഇന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാം. എന്റെ വീട്ടിൽ പോയാൽ, ഞങ്ങൾ 4 ആൺകുട്ടികളാണ് എന്റെ വീട്ടിലുള്ളത്. അപ്പൊ 4 ആൺകുട്ടികള്, ഇപ്പൊ ഞാൻ കുറച്ചും കൂടി ഡ്രസ്സ് ഭയങ്കരമായിട്ട് വാങ്ങണ ഒരാളാണ്. എന്റെ വീട്ടിൽ പോയാല് എന്റെ ഒരു റാക്കിൽ മുഴുവൻ ബ്ലാക്ക് ഡ്രസ് ഉണ്ട്. ഷർട്ടും പാന്റും ആയിട്ട് ഇഷ്ടം പോലെ ഒരു 10-15 കൂട്ടെങ്കിലും മിനിമം ബ്ലാക്ക് ഡ്രസ് ഉണ്ടാവും. പക്ഷെ എന്നാലും പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോ ഫസ്റ്റ് നമ്മളെ മൈൻഡിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ഞങ്ങൾ എടുക്കുന്ന ഒരു സാധനം ബ്ലാക്ക് ആയിരിക്കും. ഇത് ആരുണ്ടാക്കി എടുത്തതെന്ന് അറിയാം? ഇത് സത്യം പറഞ്ഞ സൈക്കോളജിസ്റ്റ് ഉണ്ടാക്കി എടുത്തതാ. അതായത് പെണ്ണുങ്ങൾക്ക് പിങ്ക് ക്യൂട്ടാണ്. ഇപ്പൊ ഞാൻ ഇന്നൊരു റീല് കണ്ടു. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല്, ഒരു പെൺകുട്ടി ജിമ്മിൽക്ക് വരികയാണ്. ഈ പെൺകുട്ടി ജിമ്മിൽക്ക് വന്നിട്ട് 5 കിലോനുള്ള ഡംബൽ എടുത്ത് താഴ്ത്ത് വെക്കും. ഒരു കറുത്ത ഡംബലാണ്, അതെടുത്തിട്ട് താഴെ വെക്കും. എന്നിട്ട് ഒരു പിങ്ക് ഡംബൽ എടുക്കും. അപ്പോ ജിം മാസ്റ്റർ വന്നിട്ട് ചോദിക്കും, ഇതിന് രണ്ടിനും ഒരേ വെയിറ്റ് ആണല്ലോ എന്ന് പറയുമ്പോ അപ്പൊ അവള് പറയും പിങ്ക് ക്യൂട്ടാണ്. അപ്പൊ ഇതാരുണ്ടാക്കി എടുത്തതാ? ഇത് സൈക്കോളജിസ്റ്റ് ആളുകളുടെ തലയിലേക്ക് ഇൻജക്ട് ചെയ്ത സാധനമാണ്, പ്രത്യേകിച്ച് അഡ്വർടൈസിങ് സൈക്കോളജിസ്റ്റ്. അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിൽ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന സംഭവം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കുറച്ചുകൂടി നോക്കുകയാണെങ്കിൽ ടെക്നോളജിക്കൽ രീതിയിൽ കേട്ടില്ല. ഈ
ഇപ്പൊ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഇതില്ലേ ജെൻഡർ സെൻസിറ്റൈസേഷൻ പറഞ്ഞ വിഷയം അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. അതില് പറഞ്ഞത് ഇത് നമ്മളെ പാരമ്പര്യമായിട്ട് വരുന്നതാണ്. ഇപ്പൊ നമ്മളെ പാരന്റ്സ് നമ്മൾ അതിലേക്ക് നയിച്ച് അങ്ങനെ വരുന്നതല്ല പറഞ്ഞേ. പെൺകുട്ടികൾ ഇപ്പൊ എങ്ങനെയാണ് സോഷ്യൽ സൈക്കോളജിയിൽ തിയറികൾ ഫോം ആയത്? 2 രീതിയിലുണ്ട്, അത് നമ്മൾ പറയും. നല്ല ചോദ്യം. അപ്പൊ സോഷ്യൽ സൈക്കോളജി ഇനി വളരാൻ പോകുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ടെക്നോളജിയാണ്. ഓക്കെ, ഇപ്പോ ഞാൻ ഒരു എക്സാമ്പിൾ ഇതേപോലെ തന്നെ പറയാം. ഒരു കുട്ടിയുടെ അടുത്ത് അൺലോക്ക് പോലും ചെയ്യാത്ത ഒരു ഫോൺ കൊടുത്തിട്ട് കുട്ടിയോട് യൂട്യൂബ് എടുത്ത് പിന്നെ പാട്ടിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ചെയ്യും, ഇല്ലേ? ചെയ്യും. അതെന്തുകൊണ്ടാ? അത് നമ്മൾ പണ്ട് മുതലേ നമ്മൾ പഠിച്ചു വന്ന കാര്യമാണോ? അല്ല. നമുക്ക് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഇപ്പൊ നടക്കുന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്. സോഷ്യൽ സൈക്കോളജിസ്റ്റ് പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് എങ്ങനെയാണ് ടെക്നോളജി ആളുകളെ സ്വാധീനിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇപ്പോ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. മോർഫിങ്, ഫേസ് മോർഫ് ചെയ്യുന്ന AI വന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിരുന്നു. അപ്പം അതെങ്ങനെ അപ്പം ഇങ്ങനെ ആലോചിച്ച് നോക്കി, ടെക്നോളജി എങ്ങനെയാണ് മനുഷ്യന്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നത്. ഇതൊക്കെയാണ് 21ാം നൂറ്റാണ്ടിലെ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് സോഷ്യൽ സൈക്കോളജി ഇന്ത്യയിൽ, സോഷ്യൽ സൈക്കോളജി ഇൻ ഇന്ത്യ. ഇത് കുറച്ചും കൂടി ഒരു ഫോക്കസ് ചെയ്യാനുള്ള ഒരു രീതി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ NEP ഉണ്ടല്ലോ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. NEPയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റുകളെ കൂടുതൽ പഠിപ്പിക്കണം എന്നുള്ളത്. അപ്പം നിങ്ങൾക്കറിയാം, ഇന്ത്യൻ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക് തന്നെ നമുക്ക് സൈക്കോളജിസ്റ്റിലേക്ക് പഠിക്കാനുണ്ട്. അപ്പം ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പം നിങ്ങൾക്ക് ചെറിയ മാർക്കിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് സോഷ്യൽ സൈക്കോളജി ഇൻ ഇന്ത്യ. അപ്പൊ എങ്ങനെയാണ് ഇന്ത്യയിൽ സോഷ്യൽ സൈക്കോളജി ഡെവലപ്ഡ് ആയത്? ഫസ്റ്റ് സൈക്കോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് അറിയോ ഇന്ത്യയിലെ? കൊൽക്കത്ത. കറക്റ്റ് ആൻസർ. കൽക്കട്ട യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ ഇന്ന് കൊൽക്കത്ത യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലാണ് ആദ്യമായിട്ട് സൈക്കോളജി ഇന്ത്യയിൽ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് നെറ്റിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ, CUT നെറ്റ് അവർക്കൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നോട്ട് ചെയ്യട്ടോ. അപ്പൊ കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലാണ് ആദ്യമായിട്ട് സൈക്കോളജി ഇന്ത്യയിൽ പഠിപ്പിക്കുന്നത്. അവിടെ നരേന്ദ്രനാഥ് സെൻഗുപ്ത, NN സെൻഗുപ്ത എന്ന് പറയും, വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ്. നമ്മൾ ഇന്ത്യൻ സൈക്കോളജി അറിയുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് സൈക്കോളജി പഠിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പേരാണ്. NN സെൻഗുപ്ത ആയിരുന്നു 1960-ലാണ്. ഓക്കെ, 1960-ലാണ് കൽക്കട്ട യൂണിവേഴ്സിറ്റി വരുന്നത്. കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ വളരെ പ്രധാനപ്പെട്ട അന്നത്തെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കോളജിയുടെ ചെയർമാൻ ആയിരുന്നു. ഫസ്റ്റ് ചെയർമാൻ ആണ് NN സെൻഗുപ്ത. NN സെൻഗുപ്ത 1928 ഫസ്റ്റ് ബുക്ക് ഇറക്കുകയാണ്, ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഇന്ത്യയിൽ സോഷ്യൽ സൈക്കോളജി ആദ്യമായിട്ട് വരുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ പഠിച്ചത് 1928 കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കോളജി NN സെൻഗുപ്ത എഴുതിയ പുസ്തകം ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി. ഇതൊക്കെ ചോദ്യങ്ങൾ വരാറുള്ളതാണ്, CUT വരും, നെറ്റിൽ വരുന്ന ചോദ്യങ്ങളാണ്. അപ്പം NN സെൻഗുപ്തയും രാധാ കമാൽ മുഖർജി എന്ന് പറയുന്ന ആളുകളോട് ചേർന്നിട്ടാണ് ആ ഒരു പുസ്തകം റിലീസ് ചെയ്യുന്നത്. അവിടുന്നാണ് ഇന്ത്യയിൽ സോഷ്യൽ സൈക്കോളജി പഠിച്ചു വരുന്നത്. പിന്നീട് വന്നിട്ടുള്ള നമുക്ക് ഇന്ത്യക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ത്യക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി രാജ്യങ്ങളെ പോലെയല്ല, നമുക്ക് ഒരുപാട് കൾച്ചർ ഉണ്ട്. നമുക്ക് ഒരുപാട് പുരാതനമായി കിട്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഇപ്പം സൈക്കോളജി പഠിപ്പിക്കുമ്പോൾ, ഇന്ത്യൻ സൈക്കോളജി നിങ്ങൾക്ക് പഠിക്കും, അല്ലെങ്കിൽ ഇന്ത്യൻ നോളജ് സിസ്റ്റം പഠിക്കുന്ന സമയത്ത് മഹാഭാരതത്തിലെ കഥകൾ, രാമായണത്തിലെ കഥകൾ, സൂഫിസത്തിൽ നിന്നുള്ള പാഠങ്ങൾ, പിന്നെ ഭഗവത്ഗീത, ഇതിൽ നിന്നൊക്കെ എങ്ങനെയാണ് സൈക്കോളജി ഫോം ചെയ്തത്, ഇതൊക്കെ നമ്മൾ പഠിക്കും. ഇതൊക്കെയാണ് ഇന്ത്യൻ സൈക്കോളജിക്കൽ പഠിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ പല കാര്യങ്ങളും പൂർവികന്മാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിനെ കുറിച്ചിട്ടൊക്കെ ജമുന പ്രസാദും ദുർഗാനന്ദ സിൻഹയും കൂടെ പഠിച്ച് അവര് എങ്ങനെയാണ് ഇൻഡിജീനിയസ് പെർസ്പെക്റ്റീവില്, അതായത് പൂർവികന്മാരിൽ നിന്ന് കിട്ടിയതും പിന്നെ പൂർവ്വ ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടിയതും പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ഒരു കൾച്ചർ വെച്ചിട്ടുള്ള സൊസൈറ്റി എങ്ങനെയാണെന്നൊക്കെയുള്ള ഒരു പഠനങ്ങളൊക്കെ നടത്തിയിട്ട് പിന്നീട് ഈ ഒരു സോഷ്യൽ സൈക്കോളജി ഇന്ത്യയിൽ വളരുന്നത് ജമുന പ്രസാദും ദുർഗാനന്ദ സിൻഹയിലൂടെയൊക്കെയാണ്. അങ്ങനെ പിന്നെ ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങി. പിന്നെ എന്താ പറയാ, പിന്നെ
പിന്നെ ഒരു രണ്ടാമത്തെ, ഇപ്പൊ ഇത് ഒന്നാമത്തെ ഒരു സ്റ്റെപ്പാണ് ഇന്ത്യയില് സോഷ്യൽ സൈക്കോളജി ഫോം ചെയ്തതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യൻ സൈക്കോളജി എന്ന് പറയുന്ന ഒരു സംഭവം ശരിക്കും ഇല്ല എന്നല്ല, മീൻസ് ഈസ്റ്റേൺ സൈക്കോളജിയും വെസ്റ്റേൺ സൈക്കോളജിയാണ് ഉള്ളത്. അതായത് ബുദ്ധ, സിഖ്, പിന്നെ സൂഫിസം, പിന്നെ ഹിന്ദുയിസം, ക്രിസ്ത്യാനിറ്റി, ജൈനിസം, പിന്നെന്താ, ഇങ്ങനെ ഒരുപാട് മതങ്ങളിൽ നിന്നും ഒരുപാട് സ്ക്രിപ്റ്റേഴ്സിൽ നിന്നൊക്കെയാണ് ഈസ്റ്റേൺ സൈക്കോളജി വന്നിട്ടുള്ളത്. അപ്പം ഇതിന് ലോകത്തിൽ നിലനിൽപ്പില്ല. അതായത് ലോകം അന്ന്, അതായത് വെസ്റ്റേൺ ലോകം എന്ന് പറയുന്നത് നമ്മുടെ അമേരിക്ക, ജർമ്മനി, ആ ഒരു ഭാഗം അന്ന് എക്സ്പെരിമെന്റൽ സൈക്കോളജിയിലേക്ക് വന്നൊരു കാലഘട്ടമാണ്. അതായത് സൈക്കോളജി എന്ന് പറയുന്ന ഫീൽഡിനെ എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടുപിടിക്കണം എന്ന് പറയുന്ന ആളുകളിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് ഇന്ത്യയുടെ സൈക്കോളജിക്ക് എന്തില്ല, നിലനിൽപ്പില്ല. പിന്നീട് ഇന്ത്യ ചെയ്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത്തരം വെസ്റ്റേൺ തിയറികളും വെസ്റ്റേൺ എക്സ്പെരിമെന്റുകളും ഒക്കെ ഇന്ത്യൻ രീതിയിലേക്ക് ചെയ്തു. അങ്ങനെ ഇന്ത്യയിൽ ഒരുപാട് കണ്ടെത്തലുകൾ നടത്തി എന്നുള്ളതാണ് പിന്നീട് ഇന്ത്യയിലെ സോഷ്യൽ സൈക്കോളജി അല്ലെങ്കിൽ സൈക്കോളജി വളരാനുള്ള ഒരു കാരണം. പിന്നെ ഞാൻ കുറച്ച് ആളുകളെയും കുറച്ച് ടോപ്പിക്കുകളും പറഞ്ഞുതരാം. ഇപ്പോ സോഷ്യൽ സൈക്കോളജി കുറച്ച് സോഷ്യൽ സൈക്കോളജിസ്റ്റുകാരാണ് ഇന്റർ ഗ്രൂപ്പ് റിലേഷൻ, അതായത് രണ്ട് ഗ്രൂപ്പ് തമ്മിലുള്ള റിലേഷൻ. ഇപ്പം ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മതം, ഹിന്ദുക്കളും മുസ്ലിങ്ങളും, അല്ലെങ്കിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും, ഇവർ തമ്മിലുള്ള റിലേഷൻ, ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ എന്താണ്, അങ്ങനെ അതിനെ കുറിച്ചൊരു പഠിച്ച ആളാണ് സിംഗ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്. പിന്നെ ഈ പറയുന്നത് പോലെ ലീഡർഷിപ്പ്, പിന്നെ പ്രിജുഡൈസ് എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലുള്ള പ്രശ്നങ്ങൾ, പിന്നെ സ്റ്റീരിയോ ടൈപ്പുകൾ, പിന്നെ ഐഡന്റിറ്റി ഫോർമേഷൻ, ഈ സംഭവങ്ങളൊക്കെയാണ് ഇന്ത്യ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത്. കാരണം നമ്മളെ കൾച്ചർ അങ്ങനെയാണ്. പിന്നെ കാസ്റ്റ് ആറ്റിറ്റ്യൂഡ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ് കാസ്റ്റിനെ എങ്ങനെയാണ് ആളുകൾ നോക്കി കാണുന്നത്, അതിനെ കുറിച്ചുള്ള പഠനം. പിന്നെ ഇന്ത്യൻ ഐഡന്റിറ്റി, ഇപ്പൊ ഞാൻ പറഞ്ഞപ്പം ബാക്കി രാജ്യക്കാർക്കൊന്നും ഇല്ലാത്ത ഒരു എന്തോ ഒരു തരത്തിലുള്ള ഒരു പാട്രിയോട്ടിസം ഉള്ള ആളുകളാണ് നമ്മൾ. നമുക്ക് നമ്മുടെ രാജ്യം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, ഒരു റോമാജിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു കോരിത്തരിപ്പൊന്നും ചിലപ്പോൾ ബാക്കിയുള്ള രാജ്യക്കാരിൽ അധികം നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഇന്ത്യന്റെ പാട്രിയോട്ടിസം കേട്ടോ, നമ്മള് മലയാളീസുകൾക്ക് പൊതുവെ അത് കുറവാണെന്നാണ് പൊതുവെ പറയാറുള്ളത്. ഒരർത്ഥത്തിൽ ശരിയാണ്. ഞാൻ ബീഹാറിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത്, PG ചെയ്യുന്ന സമയത്ത്, ഞാൻ ഫസ്റ്റ് ഇയർ ഹോസ്റ്റലിലാണ് നിന്നിരുന്നത്. ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങള് വളരെ കുറച്ച് മലയാളീസാണ് അന്ന് ഹോസ്റ്റലിലുള്ളത്. അതായത് ഒരു 4-5 ആളുകൾ മാത്രമാണ് ഹോസ്റ്റലിലുള്ളത്. അപ്പൊ ഒരു ദിവസം രാത്രി ഞങ്ങള് മെസ്സിൽ ഫുഡ് കഴിക്കുന്ന സമയം, അന്ന് ഇന്ത്യന്റെ ഒരു മാച്ച് നടക്കുന്നുണ്ട്, ബോക്സിംഗ് ആണ്. അപ്പോ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് മെസ്സിൽ TV ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്ത്യന്റെ മാച്ചും ഫിലിമും പാട്ടും കാര്യങ്ങളൊക്കെ TV ഫുഡ് കഴിക്കുന്ന സമയത്ത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ മെസ്സിലുള്ള എല്ലാ ഹിന്ദിക്കാരും എണീറ്റ് കൈയടിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കി. അപ്പൊ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ TV ഇന്ത്യക്ക് ബോക്സിങ്ങിന് ഗോൾഡ് മെഡൽ കിട്ടി. നിങ്ങൾ ആലോചിക്കണം, ലെവൽ ഓഫ് പാട്രിയോട്ടിസം ആണ് പറയുന്നത്. ഇന്ത്യക്ക് ബോക്സിങ്ങിൽ ഗോൾഡ് മെഡൽ കിട്ടിയതിന് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ ഇത്രയും ആളുകൾ എഴുന്നേറ്റ് കൈയടിക്കുക. അത് നമുക്ക് പുതിയൊരു അനുഭവമായിരുന്നു. കാരണം ഞാൻ പറയലേ, പൊതുവെ മലയാളീസിന് പാട്രിയോട്ടിസം കുറച്ച് കുറവാണെങ്കിൽ പറയുന്നത് ശരിയാണ്. അപ്പൊ ഞങ്ങളൊരു 3-4 മലയാളീസ് മാത്രം ഫുഡ് കഴിക്കുമ്പോൾ ഇവരെങ്ങനെ നോക്കി നിൽക്കുക, എന്താ നടക്കുന്നത്. അത് നമ്മൾ പിന്നെ നമ്മൾ കൺഫോമിറ്റിയിലേക്ക് പോവാണ്. ആ മെസ്സിൽ ഒരു 100-200 ആൾക്കാരുണ്ട്, അതിൽ ഞങ്ങൾ 4-5 ആൾക്കാർ മാത്രമേ ഇരിക്കുക. ഇവരെല്ലാരും നീച്ചത് കൈയടിക്കുക. സ്വാഭാവികമായിട്ട് നമ്മൾ കൺഫോമിറ്റി, എന്നാ പിന്നെ നമ്മൾ നീച്ചത് കൈയടിക്കുക. അങ്ങനെ അപ്പം ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പൊ ലെവൽ ഓഫ് പാട്രിയോട്ടിസം, ഐഡന്റിറ്റി എന്ന് പറയുന്ന സംഭവം, ഇതൊക്കെയാണ് പിന്നീട് സോഷ്യൽ സൈക്കോളജിയിൽ അധികം ഇന്ത്യൻ ഫോക്കസ് ചെയ്തിട്ട് പഠിച്ചുള്ള സംഭവങ്ങൾ. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട്. പിന്നെ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞ പോലെ എക്സ്പെരിമെന്റേഷനിലേക്ക് വന്നപ്പോൾ, എക്സ്പെരിമെന്റൽ സൈക്കോളജിയിലേക്ക് വന്ന സമയത്ത് കുറച്ചുകൂടെ നമ്മൾ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ തുടങ്ങി. പിന്നെ വെസ്റ്റേൺ തിയറീസ് അധികം ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് ഇപ്പം അമേരിക്കയിൽ പഠിച്ച പോലെ ആയിരിക്കില്ല അവിടുത്തെ ഒരു തിയറി നമ്മൾ ഇന്ത്യയിൽ പഠിക്കുമ്പോൾ. കാരണം കൾച്ചർ വ്യത്യാസമുണ്ട്, ജിയോഗ്രഫിക്കൽ വ്യത്യാസമുണ്ട്. ഇപ്പം അമേരിക്ക രാവിലെ ആണെങ്കിൽ ഇവിടെ രാത്രി ആയിരിക്കും, ആ വ്യത്യാസമുണ്ട്. പിന്നെ കാസ്റ്റ് വ്യത്യാസമുണ്ട്, അങ്ങനെ കുറെ സംഭവങ്ങൾ. അപ്പം ഇങ്ങനെയാണ് ഇന്ത്യയിലെ സോഷ്യൽ സൈക്കോളജി ഡെവലപ്പ് ആകുന്നത്.